തേനീച്ചകളെ ഭയന്ന് തോട്ടം തൊഴിലാളികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഇടുക്കി രാജകുമാരി പഞ്ചായത്തിലെ രാജകുമാരി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നതിനോട് തൊട്ടുചേർന്നുള്ള ഒരു വലിയ മരം. ആ മരത്തിൽ ഒന്നോ രണ്ടോ അല്ല 40-ലധികം തേനീച്ചക്കൂടാണുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തേനീച്ചകൾ ഇവിടെ തമ്പടിച്ച് താമസമാണ്. നിരവധി പേർക്ക് ഇതിനകം തന്നെ തേനീച്ചയുടെ നല്ല കുത്തുമേറ്റിട്ടുണ്ട്. തേനീച്ച കുത്തി ഒരാൾക്ക് ജീവനും നഷ്ടമായി. തേനീച്ച ആക്രമണം ഭയന്ന് ഇവരിപ്പോൾ കുട്ടികളെ പോലും പുറത്തിറക്കാതെയാണ് ജീവിക്കുന്നത്. സന്ദീപ് രാജാക്കാട് അവരെ കാണാൻ പോയിരുന്നു. അവർ പറയുന്നത് കേൾക്കാം. ഞാനിപ്പോൾ ഉള്ളത് രാജകുമാരി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉൾപ്പെട്ട രാജകുമാരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കിവിടെ കാണാം, ഇവിടെ മുഴുവനും അടുത്തടുത്ത വീടുകളാണ്. ഈ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. വളരെയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് അതിന് തൊട്ട് ചേർന്നാണ് ഒരു വലിയ മരത്തിൽ ഏതാണ്ട് 40ഓളം വരുന്ന തേനീച്ച കൂടുകൾ സ്ഥിതി ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ട് ഇവർക്ക് നേരിടേണ്ടി വരികയാണ്. ഭീതിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നിരവധി പേർക്ക് ഇതിനോടകം തന്നെ കുത്തേറ്റിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഒഴിവാക്കി കിട്ടണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭീതിയോടെ മാത്രമേ നോക്കാൻ കഴിയുള്ളൂ. അത്രയധികം എണ്ണം തേനീച്ചക്കൂടുകൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. എത്ര കാലമായി ഇവിടെ ഇങ്ങനെയായിട്ട്? ഒരു 5-8 വർഷമായിട്ട് ഈ സംഭവം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ്. വൈകുന്നേരം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഈച്ച ഇറങ്ങും. ഈച്ച കൊത്തിയിട്ട് ഇവിടെ ഒരു ചേട്ടൻ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഭർത്താവായിരുന്നു മരണപ്പെട്ടത്? എൻ്റെ ഭർത്താവായിരുന്നു മരണപ്പെട്ടത്. ആദ്യത്തെ ദിവസം അങ്ങനെ പോയപ്പോൾ അവിടെ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത്. ഞങ്ങൾ 2ാം ദിവസമാണ് ഞങ്ങൾ നോക്കുന്നത്. മൊത്തം ശരീരം മൊത്തം ഈച്ചയായിരുന്നു. കൊച്ചു കുട്ടികൾ അടക്കം ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പുറത്തോടെ ഇവരെ ഒന്ന് ഇറക്കി നടത്താൻ കഴിയില്ലാത്തത് കൊണ്ട് വീടിനകത്താക്കിയിട്ട് വാതിലൊക്കെ അടച്ചാണ് ഇവർ ഇരിക്കുന്നത്. അത്രയധികം ഭീതിയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിള്ളേരെ പുറത്തിറക്കാൻ പറ്റത്തില്ല. പുറത്തിറക്കി അന്നേരം തന്നെ ഇതെല്ലാം ഇളകി. ഏത് സമയത്താണ് പരുന്ന് വന്ന് അതിനിട്ട് കൊത്തുന്നത്, എപ്പോഴാണ് ഇളകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. രാവിലെ എന്നിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഒരു 10-50 അങ്ങ് വരും. ഒന്ന് തുണി അലക്കിടാനോ യാതൊന്നിനും പറ്റത്തില്ല. ഒത്തിരി പിള്ളേരെയൊക്കെ ഓടിച്ചിട്ട് കൊത്തിയിട്ടുണ്ട്. അവിടെ കായെടുക്കാൻ വന്നവരൊക്കെ കൊത്തിയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പഞ്ചായത്തിൽ അതുപോലെ വില്ലേജിലെല്ലാം പരാതികൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന്റെ ബാക്കി തുടർ നടപടികൾ എന്താണെന്നൊന്നും ഇതുവരെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് വളരെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. അതെങ്ങനെ ഒഴിവാക്കും എന്നതൊരു വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഈ ഹൈറേഞ്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാട്ടാന, പുലി, കടുവ, കുരങ്ങ് അടക്കമുള്ള വന്യജീവികളുടെ ശല്യമാണെങ്കിൽ ഇപ്പോൾ തേനീച്ചക്കൂടുകൾ അത് ഇത്രയധികം എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ഏതാണ്ട് 50ഓളം കുടുംബങ്ങളിലെ നിരവധിയായിട്ടുള്ള ആളുകൾ. അതിനകത്ത് ഒരു ഇടപെടൽ, ഒരു ശാശ്വതമായ പരിഹാരം എന്ത് എന്ന് കണ്ടെത്തുക തന്നെ വേണം എന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.